Welcome to Word Power English Classroom. Dear friends, in this episode we are going to learn some beautiful expressions in English language. നമുക്ക് ചില യൂസേജസ് ഒന്ന് പരിചയപ്പെടാം, എസ്പെഷ്യലി സം ഫ്രേസസ്. ഓക്കെ, ആസ് ലോങ് ആസ് എന്ന ഫ്രേസിൽ നമുക്ക് ആരംഭിക്കാം. ആസ് ലോങ് ആസ് എന്നത് സമയവുമായി ബന്ധപ്പെട്ട ഒരു ഫ്രേസാണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ടൈം. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ടോക്കിംഗ് അബൌട്ട് ലോങ് പീരിയഡ്. Okay, as long as is used when talking about long period. You can stay here as long as you wish. നീ എത്ര നാൾ ഇവിടെ താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നോ അത്രയും നാൾ ഇവിടെ നിൽക്കാം എന്നാണ് ആ ഒരു സെൻറ്റൻസ് പറയുന്നത്. മൈ പാരൻസ് ഡോണ്ട് കെയർ അബൌട്ട് വാട്ട് ജോബ് ഐ ഡു ആസ് ലോങ് ആസ് ഐ ആം ഹാപ്പി. മൈ പാരൻസ് ഡോണ്ട് കെയർ വാട്ട് ജോബ് ഐ ഡു ആസ് ലോങ് ആസ് ഐ ആം ഹാപ്പി. ഞാൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് പാരൻസിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഹാപ്പിയായ അവരതിനെക്കുറിച്ച് വേറെ ബോധറാവുന്നില്ല എന്നാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. മൈ പാരൻസ് ഡോണ്ട് കെയർ വാട്ട് ജോബ് ഐ ഡു ആസ് ലോങ് ആസ് ഐ ആം ഹാപ്പി. ഞാൻ ഹാപ്പി ആയിരിക്കുന്നിടത്തോളം എന്നാണ് ആ ഒരു എക്സ്പ്രഷൻ്റെ മീനിങ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആസ് സൂൺ ആസ് ഈസ് ഓൾസോ റിലേറ്റഡ് ടു ടൈം. The phone rang as soon as I walked in the room. ഞാൻ റൂമിൽ കയറുമ്പോഴേക്കും അതേ സമയത്ത് തന്നെ ഫോൺ ബെല്ലടിച്ചു. The phone rang as soon as I walked in. The phone rang as soon as I walked in. Okay, as soon as possible എന്നുള്ളത് മറ്റൊരു പ്രയോഗമാണ്. Call your mother as soon as possible. എത്ര പെട്ടെന്ന് പറ്റുമോ അത്രയും പെട്ടെന്ന്. as soon as possible. Report here as soon as you reach here. ഇവിടെ എത്തി ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, report here as soon as you reach here. Okay, next is as far as shows distance or degree. Okay, അതൊരു ഡിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. അത് മാത്രമല്ല വേറെ യൂസ് ഉണ്ട്, അത് പറയാം. I will walk with you as far as the corner. അത് അവിടെ ശരിക്കും ഡിസ്റ്റൻസിനെ കാണിക്കുന്നത്. I will walk with you as far as the corner വരെ നിന്നോടൊപ്പം നടക്കാം. That's it. I decided to walk as far as the village വരെ. അതാണ് ഡിസ്റ്റൻസിനെ കാണിക്കുന്ന ഒരു പ്രയോഗമാണ്. എന്നാൽ അതുമാത്രമാണോ? അല്ല, ഒപ്പീനിയനെ കാണിക്കാനും ആസ് ഫാർ ആസ് ഉപയോഗിക്കാറുണ്ട്. ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ് ദിസ് ഇസ് മൈ ഫൈനൽ ചാൻസ്. ഇതെൻ്റെ അവസാനത്തെ ചാൻസാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, ആസ് ഫാർ ആസ് ഐ നോ ഹി ഹാസ് നെവർ ബീൻ ഔട്ട്സൈഡ് ദ സിറ്റി. എനിക്കറിയാവുന്നിടത്തോളം, ഞാൻ അറിഞ്ഞിടത്തോളം അവൻ ഒരിക്കലും ഈ സിറ്റിക്ക് പുറത്ത് പോയിട്ടില്ല. As far as I am concerned, it is no big deal. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഡീലല്ല. ഓക്കെ, നെക്സ്റ്റ് ബിഫോർ, ഇൻ ഫ്രണ്ട് ഓഫ് ആൻഡ് ഓപ്പോസിറ്റ്. ബിഫോർ കാണിക്കുന്നത് എന്താണ്? ലൊക്കേഷൻ, പൊസിഷൻ ആൻഡ് ഓൾസോ ടൈം. ടൈം മാത്രമല്ല, ലൊക്കേഷനും പൊസിഷനും ഒക്കെ ബിഫോറിൻ്റെ അർത്ഥത്തിൽ വരുന്നുണ്ട്. വി നീഡ് ടു പാക്ക് ബിഫോർ വി ലീവ് ദ റൂം. വി നീഡ് ടു പാക്ക് ബിഫോർ വി ലീവ് ദ റൂം. നമ്മൾ റൂം വിടുന്നതിന് മുമ്പ് എല്ലാ പാക്കിങ്ങും പൂർത്തിയാക്കണ്ടേ? ബിഫോർ ഷോസ് എ പൊസിഷൻ ഇൻ എ സീക്വൻസ് ഓൾസോ. ബിഫോർ യു ലീവ് ദ മാൾ യു മസ്റ്റ് റിംഗ് മീ അപ്പ്. ബിഫോർ യു ലീവ് ദ മാൾ യു മസ്റ്റ് റിംഗ് മീ അപ്പ്. നെക്സ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ്. ഇൻ ഫ്രണ്ട് ഓഫ് ഈസ് ഓൾസോ എ വെരി കോമൺ ഫ്രേസ്. നമ്മൾ ധാരാളമായി ഉപയോഗിക്കാറുള്ള ഒരു ഫ്രേസാണ് ഇൻ ഫ്രണ്ട് ഓഫ്, മുൻപിൽ എന്നർത്ഥത്തിൽ. ഹി സ്റ്റെപ്ഡ് ഇൻ ടു ദ റോഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ ബസ്. He stepped into the road in front of a bus. കേട്ടോ, ബസ്സിന് മുമ്പിലാണ് ചെന്നുപെട്ടത്. She always sits in front of the television set. He sat in front of me. ഇവിടെ in front of എന്നുള്ളത് പ്രിപ്പോസിഷനാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് opposite. Jim and James live opposite. Here it means on the other side of the road. ഓക്കെ, ജിം ആൻഡ് ജെയിംസ് അവർ താമസിക്കുന്നത് ഓപ്പോസിറ്റ് ആയിട്ടാണ്. ദാറ്റ് മീൻസ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ റോഡ്, റോഡിൻ്റെ ഇരുവശത്തുമായിട്ട്. ഓക്കെ, ദേ സാറ്റ് അറ്റ് ഓപ്പോസിറ്റ് എൻഡ്സ് ഓഫ് ദ റൂം. റൂമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ്. ഹിയർ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എൻ അഡ്ജക്റ്റീവ് ബിഫോർ നൗൺ. ഓപ്പോസിറ്റ് എൻഡ്സ് ഓഫ് ദ റൂം. Okay, we were opposites in character. Here it is noun. Opposites in character, noun. Okay, and the last one, he took the seat opposite her. It shows direction here, so it is preposition. He took the seat opposite her. It is used as a preposition. ഇങ്ങനെ പല വിധത്തിലുള്ള യൂസും ഓപ്പോസിറ്റ് എന്ന വേർഡിനുണ്ട് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ദാറ്റ് ഈസ് ഓൾ ഇൻ ദിസ് എപ്പിസോഡ്. ട്രൈ ടു സ്റ്റഡി ഇറ്റ് ഇൻ ഡീറ്റെയിൽ ആൻഡ് യൂസ് ഇറ്റ് ഇൻ യുവർ സെൻറ്റൻസ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.